മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ പുതിയ റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയാണെങ്കിൽ ആവേശത്തോടെ ഉണ്ണിയോട് ചോദിക്കുകയാണ്, അല്ല ഉണ്ണിയേട്ടാ എനിക്കെന്താ കൊണ്ടുവന്നേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണിയാണെങ്കിൽ എന്തോ സമ്മാനം തരാമെന്ന ഭാവത്തിൽ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് കരുണയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് കൊണ്ടുവന്നത് 1 രൂപയുടെ വെള്ളി നാണയമാണെന്ന് പറയുകയാണ്. എന്നിട്ട് കരുണയാണെങ്കിൽ ആകെ വല്ലാണ്ടാവുന്നുണ്ട്. പ്രതാപനും മുത്തശ്ശിക്കും അത് ഒട്ടും പറ്റുന്നില്ല താനും. എന്തായാലും കരുണ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇയാളുടെ ഒരു വെള്ളി നാണയം പോലും, ഒരു 10 പവന്റെ സ്വർണമെങ്കിലും നല്ലൊരു വിഷുവായിട്ട് കൊണ്ടുവരാതെ വെള്ളി നാണയവുമായി എത്തിയിരിക്കുന്നു. ഈ മനുഷ്യനെ കൊണ്ട് ആകെ മടുത്തു എന്നൊക്കെ കരുണ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ കരുണ ആ കൈനീട്ടം വാങ്ങാൻ മടിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, വാങ്ങിച്ചേക്ക് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് തല ചൊറിയുന്നുണ്ട്. പിന്നീട് കരുണ മനസ്സില്ലാ മനസ്സോടെ ഉണ്ണിയുടെ ആ കൈനീട്ടം സ്വീകരിക്കുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ ഒരു വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി പറയുന്നുണ്ട്, മോളെ ഉണ്ണി തന്ന കൈനീട്ടമല്ലേ, 2 കണ്ണിലും തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരുണയെ കൊണ്ട് 2 കണ്ണിലും തൊടിയിക്കുന്നുണ്ട്. പിന്നീട് കരുണയാണെങ്കിൽ സന്തോഷം അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഉണ്ണി മാറിപ്പോയതിനു ശേഷം, അല്ല ഈ ഉണ്ണിക്ക് ഒരു സ്വത്തുക്കളും ക്യാഷും ഒന്നുമില്ലെന്ന് തോന്നുന്നു. നമ്മുടെ മോളുടെ മുഖം അമ്മ ശ്രദ്ധിച്ചായിരുന്നോ? ആ ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നു. ഒരു വഴക്കൊഴിവാക്കാൻ വേണ്ടി ഞാൻ അത് മൈൻഡാക്കാതെ വിട്ടത്. എന്തായാലും അവന് 1 പവന്റെ സ്വർണമെങ്കിലും നമ്മുടെ മോൾക്ക് കൊണ്ടുപോയി കൊടുക്കാമായിരുന്നു. പാവം മോള്, അവളുടെ മുഖം ആകെ വാടിപ്പോയി. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. സ്വത്തുക്കളൊക്കെ അടക്കി പിടിച്ചു വാഴുന്നത് ആ രാജാവാണല്ലോ, വീൽ ചെയറിലിരിക്കുന്ന രാജാവ്. ആ ശരിയാണ്, അവന്റെ അമ്മയുടെ പേരിലാണല്ലോ എല്ലാ സ്വത്തുക്കളും. അപ്പോൾ അവന്റേതാണല്ലോ ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം. ആ വാമദേവൻ ചേട്ടനാ അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആ നമ്മുടെയൊക്കെ ഒരു കാലക്കേട്, നമ്മുടെ കൊച്ചിനെ ആ വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ടു. അത് പിന്നെ അമ്മേ വലിയ കുടുംബമാണ്, സ്വത്തുക്കളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണല്ലോ നമ്മളെ കൊണ്ട് ഈ വിവാഹം നടത്തിപ്പിച്ചത്. ഭാഗ്യം വന്ന് കടാശിച്ചതോ ആ മഹാലക്ഷ്മിക്കും. അവളെയാണെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം അവൻ സ്വർണം കൊണ്ട് മൂടിയിട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ പ്രതാപനും മുത്തശ്ശിക്കും ദേഷ്യം വല്ലാതെയാവുകയാണ്. എന്തായാലും മഹി നല്ല രീതിക്ക് ജീവിക്കുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ മേഘനാഥനാണെങ്കിൽ ഈ സമയം സാഗർ അവളെ സ്നേഹം കൊണ്ട് വളച്ചെടുത്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വപ്നം കണ്ട് കിടക്കുമ്പോഴാണ് അവിടേക്ക് സാഗർ വരുന്നത്. അങ്ങനെ സാഗറിനോട് മേഘനാഥൻ ചോദിക്കുന്നുണ്ട്, എന്തായടാ ഇന്ന് നിന്റെ കൂടെ ക്ഷേത്രത്തിലോട്ട് അവൾ വന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ സാഗർ പറയുകയാണ്, ആ വന്നു. ആ കണ്ണൻ വന്നിരുന്നു? ഇല്ല, കണ്ണൻ സാറിനെ ഒഴിവാക്കിയിട്ടാണ് മഹി എന്നോടൊപ്പം വന്നത്. പക്ഷേ ചെറിയൊരു നിരാശയുണ്ട് സാറേ. എന്താണെന്ന് ഇങ്ങനെ മേഘൻ ചോദിക്കുമ്പോൾ, അത് പിന്നെ ഞാൻ കൊടുത്തിരുന്നല്ലോ ഒരു സാരി, അത് അവൾ ഉടുത്തില്ല. ആ അത് സാരമില്ലടാ, എന്തൊക്കെ പറഞ്ഞാലും അവൾ ചെറിയൊരു മാന്യതയുള്ള കൂട്ടത്തിലാണ്. കാരണം മറ്റൊന്നുമല്ല, സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ അന്യപുരുഷന്റെ സാരി ഉടുത്തുകൊണ്ട് പോകുമ്പോൾ എന്തായാലും സംശയിക്കില്ലേ, അത് കരുതിയിട്ടായിരിക്കും അവൾ അങ്ങനെ ചെയ്തത്. പക്ഷെ കണ്ണനെ ഒഴിവാക്കിയിട്ട് ഈ നല്ലൊരു ദിവസം നിന്റെ കൂടെ അവൾ വന്നില്ലേ, അതിൽ വലിയൊരു പ്രണയം തന്നെയുണ്ട്. അവളുടെ മനസ്സിൽ കണ്ണനില്ല, നീ അങ്ങോട്ട് ആഞ്ഞു പിടിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ഏകദേശം എനിക്കും അങ്ങനെയൊക്കെ തോന്നി തുടങ്ങി സാറേ. ആ എന്നാൽ ഒട്ടും വൈകിക്കേണ്ട, അടുത്ത വിഷുവിന് അവളെയും കൊണ്ട് നീ ഒരു പുതിയ ജീവിതം തുടങ്ങിയേക്കണം. അവളുടെ അനിയത്തി കരുണ പ്രഗ്നന്റ് ആയതിനു ശേഷം ആടി ഉലയുകയാണ് അവളുടെ മനസ്സ്. അതായത് ഒരു കുഞ്ഞിനു വേണ്ടി അവൾ വല്ലാതെ കൊതിക്കുന്നുണ്ട്. ആ ആഗ്രഹം സാധിച്ചതിന് ശേഷം അവളെ തെരുവിലേട്ട് വലിച്ചെറിയണം. അവളും കുഞ്ഞും എങ്ങനെയാന്ന് വെച്ചാ ജീവിച്ചോട്ടെ, അവള് അലഞ്ഞു തിരിയണം എന്നൊക്കെ പറയുമ്പോൾ സാഗർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അവളെ പോലത്തെ ഒരു പൊന്നുംകുടത്തിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വിട്ടുകളയില്ല, ഞാൻ ചേർത്ത് പിടിക്കും എന്നോടൊപ്പം എന്റെ ജീവിതത്തിൽ എന്നൊക്കെ സാഗർ ചിന്തിക്കുകയാണ്. ഈ സമയം മേഘനാണെങ്കിൽ സാഗറിനോട് ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ചിന്തിക്കുന്നതെന്ന്. ഒന്നുമില്ല സാറേ. ഓ മഹിയുടെ മുഖം നിന്നെ കൊത്തി വലിക്കുന്നുണ്ടല്ലേ, അവളോട് എനിക്കും ചെറിയ പകവീട്ടിലൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ആ എന്തായാലും അവളെ സ്വന്താക്കണം സാറേ, അത് തന്നെയാണ് എന്റെ ആഗ്രഹം എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സാഗർ ആണെങ്കിൽ മേഘനാഥനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കമലേശ്വര തറവാട്ടിൽ മഞ്ജു ആണെങ്കിൽ തന്റെ സുഹൃത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. എടി ഞാൻ പിന്നീട് വിളിക്കാം, ആരോ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് മഞ്ജു ആണെങ്കിൽ ഫോൺ കട്ട് ചെയ്ത് വാതിൽ തുറക്കുകയാണ്. മുന്നിൽ നിൽക്കുന്നത് കരുണയും ഉണ്ണിയും. ഏടത്തി എത്തിയോ? ഏടത്തി കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മഞ്ജു ഇങ്ങനെ ചോദിക്കുമ്പോൾ, ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്ന് പറയുമ്പോൾ, അത് കേട്ടാ മതി എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയും അങ്ങോട്ട് വരികയാണ്. തങ്ങളെ കാത്തിരിക്കുകയായിരുന്നു മോളെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അത് പിന്നെ അമ്മേ, കാണാൻ പാടില്ലാത്തവളെയാണല്ലോ കണ്ടത്. എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടണമെന്ന് പറഞ്ഞ് അവൾ പ്രാർത്ഥിച്ച് കാണും. കൃത്യസമയത്ത് ഞാൻ അവളുടെ മുന്നിൽ ചെന്ന് പെട്ടു. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് കരുണ പറയുമ്പോൾ, എന്ത് ചെയ്യാനാണ്. അങ്ങനെ കരുണ പറയുന്നുണ്ട്, അതൊക്കെ വിട്, ഇത് നോക്കിയേ ഉണ്ണിയേട്ടന്റെ കയ്യില് എൻ്റെ അച്ഛൻ്റെ വിഷു കൈനീട്ടമാണെന്ന് പറയുമ്പോൾ അത് കണ്ട് വേഗം തന്നെ ദുർഗയും മഞ്ജുവും നോക്കുന്നു. അടിപൊളിയായിട്ടുണ്ടല്ലോ മോനെ, ഇത് ഗോൾഡിൻ്റെ വാച്ചാണോ? അമ്മേ, മുത്തശ്ശി ഞാൻ സെലക്ട് ചെയ്തതാണെന്ന് കരുണ പറയുകയാണ്.
അവിടേക്ക് മഹാലക്ഷ്മിയും കണ്ണനും വരികയാണ്. അങ്ങനെ ദുർഗാദേവി പറയുന്നുണ്ട് മരുമക്കളോട് സ്നേഹമുള്ള അച്ഛനമ്മമാർ ഇങ്ങനെയാണെന്ന്. പിന്നീട് ദുർഗയാണെങ്കിൽ കണ്ണനെ കാണുമ്പോൾ ഉണ്ണിയെയും കൂട്ടിക്കൊണ്ടു പോയിട്ട് പറയുകയാണ്, എടാ മോനെ നോക്ക്, ഇത് പ്രതാപൻ വിഷു കൈനീട്ടമായി ഉണ്ണിക്ക് കൊടുത്തതാണെന്ന്. ആഹാ കൊള്ളാലോ, ഇത് സ്വർണമാണോ എന്നൊക്കെ കണ്ണൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, അതെ, സ്വർണത്തിന്റെ വാച്ച് മാത്രമേ ഞങ്ങൾ കൊടുക്കുകയുള്ളൂ. ഞാനും എൻ്റെ മുത്തശ്ശിയും അച്ഛനൊക്കെ അങ്ങനെയാണെന്ന് പറയുന്നു. ഇത് ഏത് ജുവല്ലറിയിൽ നിന്ന് വാങ്ങിയതാ? എന്തായാലും നമ്മുടെ ജുവല്ലറിയിൽ നിന്നല്ലെന്ന് പറയുമ്പോൾ, അയ്യോ അങ്ങനെ ചെയ്യരുതായിരുന്നു, നമ്മുടെ ജുവല്ലറിയിലോട്ട് വന്നിരുന്നെങ്കിൽ പണിക്കൂലിയെങ്കിലും കുറച്ച് തരുമായിരുന്നില്ലേ? ഓ പിന്നെ നിങ്ങളുടെ നക്കാപ്പിച്ച പണിക്കൂലിക്ക് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് വരാൻ. അതെ, കമലേശ്വരത്തെ ജുവല്ലറിനേക്കാൾ വലിയ ജുവല്ലറികൾ ഈ നാട്ടിലുണ്ടെന്ന് പറയുമ്പോൾ കരുണ, അങ്ങനെ അഹങ്കാരം പറയുകയൊന്നും വേണ്ട, ഞങ്ങളുടെ ജുവല്ലറിയും അത്യാവശ്യം നല്ലൊരു ജുവല്ലറി തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ അവിടെ തർക്കം തുടങ്ങുകയാണ്. ഈ സമയം ദുർഗ പറയുന്നുണ്ട്, എടാ മോനെ അതൊക്കെ വിട്, നിനക്കും ഇതുപോലെയുള്ള വിഷു കൈനീട്ടമൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ എന്തു ചെയ്യാനാ, ഈ മഹാലക്ഷ്മിക്ക് ബന്ധുക്കളില്ലാതെയായി പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് മഹിയെ കുറ്റപ്പെടുത്തുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ആര് പറഞ്ഞു മഹാലക്ഷ്മിക്ക് ബന്ധുക്കളില്ലെന്ന്? അവൾക്ക് അവളുടെ അമ്മയുണ്ട്. പിന്നെ രണ്ടാനച്ഛനാണെങ്കിലും പ്രതാപനും ഇവളുടെ അച്ഛനല്ലേ? പക്ഷെ അയാളാണെങ്കിൽ 2 ത്രാസിലാണ് രണ്ടുപേരെയും കാണുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും ഈ 2 മക്കളെയും അയാൾ 2 രീതിയിൽ സ്നേഹിക്കുന്നതിൽ അയാൾക്ക് എന്തോ ഒരു കുറ്റമുണ്ട് എന്ന് പറയുമ്പോൾ, എൻ്റെ അച്ഛൻ ഒരിക്കലും കുറ്റക്കാരനല്ലെന്ന് കരുണ പറയുന്നു. എന്തായാലും നിങ്ങൾക്കിന്ന് കാര്യമായിട്ട് കൈനീട്ടമൊന്നും കിട്ടിയില്ലല്ലോ. ആര് പറഞ്ഞു കാര്യമായിട്ട് കൈനീട്ടമൊന്നും കിട്ടിയില്ല? എൻ്റെ മഹി എനിക്കിന്ന് വെള്ളി നാണയം കയ്യിൽ വെച്ച് തന്നു. അപ്പം തന്നെ എനിക്കൊരു കോള് വന്നിരുന്നു. 10 കോടിയുടെ പ്രോജക്റ്റാണ് ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയത് എന്ന് പറയുകയാണ്. ഇത് കേട്ട് എല്ലാവരും ഒരേപോലെ ഷോക്കാവുകയാണ്. ദുർഗയൊക്കെ ആണെങ്കിൽ ആകെ വാ പൊളിച്ച് പോവുകയാണ്. മോനെ, നീ പറയുന്നത് സത്യമാണോ? അതെ, എൻ്റെ മഹി എപ്പോൾ എനിക്ക് കൈനീട്ടം വെച്ച് തന്നിരുന്നോ അപ്പോൾ തന്നെ എൻ്റെ ഫോൺ റിങ് ചെയ്തിരുന്നു. അത്രയ്ക്കും ഐശ്വര്യമുണ്ട് എൻ്റെ മഹിയുടെ കൈനീട്ടം എന്ന് പറയുന്നു. ഈ സംഭവം ഉണ്ണിക്കും കരുണയ്ക്കും അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ 10 കോടി എന്നൊക്കെ കേൾക്കുമ്പോൾ ദുർഗയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എന്നിട്ട് മഹി പറയുന്നുണ്ട്, ഇനി ഇതിൻ്റെ പേരിൽ ഒരു തർക്കവും വേണ്ട, എനിക്ക് കുറച്ച് മരുന്നുകൾ ഉണ്ടാക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കണ്ണനാണെങ്കിൽ രാത്രി സുഖമായിട്ട് ഉറങ്ങുകയാണ്. പെട്ടെന്നാണ് കണ്ണന് ഛർദ്ദിക്കാൻ വരും പോലെയൊക്കെ തോന്നുന്നത്. അവന് ഉറക്കത്തിൽ നിന്ന് തന്നെ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി വരികയാണ്. ഒച്ചയ്ക്കൊന്ന് സംസാരിക്കാനോ സൗണ്ട് ഉണ്ടാക്കാനോ ഒന്നും തന്നെ കണ്ണന് സാധിക്കുന്നില്ല. എന്തോ മരുന്നിന്റെ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ദുരന്തം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.